സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട്ലി മാച്ച് കണ്ടക്ട് ചെയ്തിരുന്നു. ഗോകുലം കേരള FC-യുമായിട്ടായിരുന്നു കൊച്ചിയിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് സംഘടിപ്പിച്ചിരുന്നത്. കമൻസിലൂടെയും മറ്റും പലരും ചോദിച്ചിരുന്നു ഫ്രണ്ട്ലി മാച്ച് അപ്ഡേറ്റ് ഇടാമോ എന്ന്. ഗൈസ്, മാച്ച് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിന് ഗോകുലം കേരളയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ച അമേർ അണാവടെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. കൂടാതെ വരുന്ന ദിവസങ്ങളിൽ ഇനിയും ഫ്രണ്ട്ലി മാച്ചസ് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതാണ്. സോ അതിൻ്റെയും അപ്ഡേറ്റ് തീർച്ചയായും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇനി അടുത്തതായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടാണ് പലരുടെയും കൺഫ്യൂഷൻ. ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കോഴിക്കോടാണോ കൊച്ചിയിലാണോ കളിക്കുന്നത് എന്നുള്ളത് പലർക്കുമുള്ളൊരു കൺഫ്യൂഷനാണ്. ആസ് ഓഫ് നൗ പുറത്ത് വന്നിട്ടുള്ള ന്യൂസ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. GCDA ബ്ലാസ്റ്റേഴ്സുമായി സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടാണ് തുടരുന്നത്. സോ അതാണ് മെയിൻ റീസൺ. റീസെൻ്റായിട്ടൊരു ബൈക്ക് റേസ് നടത്തിയിരുന്നു. അതിനുശേഷം ഗ്രൗണ്ട് എല്ലാം തന്നെ കുളമായി എന്ന് വേണം പറയാൻ. ഒരു ഫുട്ബോൾ മാച്ച് കണ്ടക്ട് ചെയ്യാൻ പാകത്തിന് ആ ഗ്രൗണ്ട് മാറ്റി എടുത്തിട്ടില്ല ഇപ്പോഴും. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ഗോകുലം കേരളയും ഇപ്പോൾ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ നിന്ന് മാറി മലപ്പുറവും കണ്ണൂരുമൊക്കെ പരിഗണിക്കുന്നുണ്ട് എന്ന് റൂമേഴ്സ് ഉണ്ട്. എനിവേ ഗൈസ്, ഇതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.